ഹായ്. അഗ്വാസ് പാർക്കിൻ്റെ കമ്പനി മൊഡ്യൂളിൽ ഒരു സെയിൽസ്മാൻ്റെ ആപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. ഇതിന് മുന്നേ ആയിട്ട് 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡാഷ്ബോർഡ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ വെയർഹൗസ് മാനേജേഴ്സ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് നല്ലത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണിത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വെയർഹൗസ് മാനേജർ അവരവിടുന്ന് ഒരു ട്രിപ്പ് ക്രിയേറ്റ് ചെയ്യും. ട്രിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈ സെയിൽസ്മാൻ ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് സെയിൽസ്മാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വെയർഹൗസ് മാനേജർ ആ ട്രിപ്പിൻ്റെ ബാക്കി ഇൻഫർമേഷൻസ് നോക്കും. കാരണം വെയർഹൗസ് മാനേജർ മെയിൻലി നോക്കുന്നത് ഇത്ര ബോട്ടിൽ വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്, അതേപോലെ തിരിച്ചു വരുമ്പോൾ ഇത്ര ബോട്ടിൽസ് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് നോക്കുന്നത്. ബാക്കിയുള്ള ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സെയിൽസ്മാനാണ്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെപ്പറേറ്റ്ലി വേറെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നേരത്തെ ഒരു ട്രിപ്പ് അവിടുന്ന് ഇഷ്യൂ ചെയ്തു. ഈ ഇഷ്യൂ ചെയ്ത ട്രിപ്പ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൺസ് ഔട്ട് പാസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രിപ്പിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഔട്ട് പാസ് ഇഷ്യൂ ചെയ്യും, വണ്ടി പുറത്തോട്ട് വന്നു, എന്നിട്ട് ഈ ഡ്രൈവർ അത് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഡ്രൈവർ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളി അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രിപ്പ് എൻഡ് ചെയ്തിട്ട് ആ എൻഡ് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് വെയർഹൗസ് മാനേജർ എന്ത് ചെയ്യുന്നു, ഇൻ പാസ് ഇഷ്യൂ ചെയ്യുന്നു. ഇതോടുകൂടി നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലോട്ട് പ്രോപ്പർലി റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ട്രിപ്പ് ഇവർ ഇപ്പോൾ ഓൾറെഡി ഔട്ട് പാസ് ഇഷ്യൂ ചെയ്തതുകൊണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണിക്കും ഇത്ര ബോട്ടിൽസ് നിങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് അയാളോട് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ടോട്ടൽ 9 ബോട്ടിൽസാണ് കൊടുക്കാനുള്ളത്. അതിൽ 0 ബോട്ടിൽസ് കൊടുത്തു, റിട്ടേൺ 0 ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണക്കുകളൊക്കെ കാണാം. ഓക്കെ. ഇത് റൂട്ടിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ റൂട്ടിലും ഇവർക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഓർഡർ വേണമെങ്കിൽ അത് ആ റൂട്ട് മാനേജ് ചെയ്യുന്ന ബാക്കിലുള്ള ആൾക്കാർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അവർ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിലായിരിക്കും കസ്റ്റമേഴ്സിനെ കാണിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി 2 കസ്റ്റമർ മാത്രമാണുള്ളത്, ഒരു ഡെമോ പർപ്പസ് ആയതുകൊണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പം കസ്റ്റമർ ഓരോ ആൾക്കാരുടെ അടുത്തും പോകുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഓർഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എടുത്തിട്ട് പ്രീവിയസ്ലി എന്തെങ്കിലും പെൻഡിങ് ജാറുണ്ട്, പ്രീവിയസ്ലി എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ടെങ്കിലൊക്കെ ഇവിടെ പ്രോപ്പർലി കാണിക്കും. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കസ്റ്റമറുടെ അടുത്ത് 4 ജാറാണ് ഉള്ളത്, പക്ഷേ നമ്മളൊരു 2 ജാറാണ് റീഫില്ല് ചെയ്യുന്നത്. COD എമൗണ്ട് കൊടുത്തു, നമ്മളൊരു 16 ഇത് കിട്ടി, 2 ജാറ് കിട്ടി എന്ന് മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് വരും. ഇപ്പോൾ ഈ അലേർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്കറിയാം ഇവിടെ ഒരു ജാറും കൂടി ഇയാളുടെ നിന്ന് പെൻഡിങ് കിട്ടാനുണ്ട് മുകളിൽ. അപ്പോൾ ഈ പെൻഡിങ് ജാറ് കിട്ടാനുള്ളത് നമ്മുടെ സിസ്റ്റം അവർ റിമൈൻഡ് ചെയ്യും. ആക്ച്വലി ഇവരുടെ അടുത്ത് 16 ദിർഹവും 3 ജാറും കൂടി വാങ്ങാനുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആകെ 16 ദിർഹം പ്ലസ് 2 ജാറേ വാങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പം അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നോക്കുമ്പോൾ 2 ജാർ ഡെലിവർ ചെയ്തു, 2 ജാർ റിട്ടേൺ ആയി എന്നുള്ള കണക്ക് കണ്ടു. ഇപ്പോൾ ഇതേപോലെ അടുത്തൊരു ഓർഡറും അവർക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് കൂപ്പൺ എമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം, പല കാര്യങ്ങളും ചെയ്യാം. അത് പ്രോപ്പർ നമ്മുടെ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ അത് പ്രോപ്പർ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇവിടുന്ന് ട്രിപ്പ് എൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ. ആസ് എ സെയിൽസ്മാൻ എനിക്ക് വണ്ടിയിലോട്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പോയി, എല്ലായിടത്തും പോവാതെ നിങ്ങളെ കമ്പനി അറിയാതെ ഞാൻ എന്ത് ചെയ്തു, ട്രിപ്പ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ കസ്റ്റമർക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ യെസ് എന്നടിച്ചാൽ നമ്മൾ പറയും പ്ലീസ് അറ്റൻഡ് എവറി കസ്റ്റമർ. അതായത് എല്ലാ കസ്റ്റമറെയും അറ്റൻഡ് ചെയ്യാതെ അവർക്ക് ട്രിപ്പ് എൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ അവിടെ റെസ്പോണ്ട് ചെയ്യില്ല, കസ്റ്റമർ ചിലപ്പം വെള്ളം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ അവർ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇവർ മാർക്ക് ചെയ്യുമ്പം ഏത് ലൊക്കേഷനിലാണ് ഇവരിത് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് സംഭവം ഞങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം കസ്റ്റമർ അടുത്ത് ഇവർ ആക്ച്വലി പോയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിത് കസ്റ്റമർക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രിപ്പ് എൻഡ് ചെയ്യാം. യെസ്, ട്രിപ്പ് എൻഡായി. ഇപ്പോൾ ഈ ട്രിപ്പ് എൻഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും,
അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രിപ്പ് എൻഡ് ചെയ്തതിന് ശേഷം വെയർ ഹൗസിലോട്ട് തിരിച്ച് വരുമ്പോൾ, എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെയർ ഹൗസിലോട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ ആ ട്രിപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഇൻപാസ് ഇഷ്യൂ ചെയ്യുന്ന ആൾ വെയർ ഹൗസ് മാനേജറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫുൾ കംപ്ലീറ്റ് സൈക്കിൾസ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സെയിം ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെയിൽസ്മാൻ്റെ ആപ്പിൽ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിന് റൂട്ടിൽ നിന്ന് കിട്ടുന്ന പുതിയ കസ്റ്റമേഴ്സിനെ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ അവർ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ റൂട്ട്സിനും അതിൻ്റെ ഇൻഫർമേഷൻസ്, അതിലുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂപ്പൺസ് സെല് ചെയ്യാൻ പറ്റും. നമ്മളെ കൂപ്പൺ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കൂപ്പൺസ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ കൂപ്പൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ട് ഓൾറെഡി എന്തെങ്കിലും ബുക്ക്ലെറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്ക്ലെറ്റ്സ് ഇവർക്ക് സെല് ചെയ്യാൻ പറ്റും. അഡ്മിൻ ഡാഷ്ബോർഡ് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിൽസ്മാന് കൂപ്പൺ ബുക്ക്ലെറ്റ്സ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓഫ് കോഴ്സ് ഇവർക്ക് എക്സ്പെൻസസ് ആഡ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും എക്സ്പെൻസസ്, ഫുഡ്, ഫ്യൂവൽ, കാര്യത്തിനൊക്കെ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിലോട്ട് അത് വരികയും ചെയ്യും. ഓക്കെ, പിന്നെ അവർക്ക് അവരുടെ റിപ്പോർട്ട്സ്, സെയിൽസിൻ്റെ റിപ്പോർട്ട്, ട്രിപ്പിൻ്റെ റിപ്പോർട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ട്രിപ്പിൻ്റെ റിപ്പോർട്ടാണിത്. 16 AD 2 ജാസാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ ക്രെഡിറ്റ് റിപ്പോർട്ട്, ക്രെഡിറ്റുകൾ എന്തെങ്കിലും അടിയിലുണ്ടെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകും. ജാർ ലോസുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജാർ ലോസ് റിപ്പോർട്ട്. ഇപ്പോൾ ഇതിൽ ജാർ ലോസുകളൊന്നും ഈ ഡേറ്റ് റേഞ്ച് സംഭവിക്കാത്തതുകൊണ്ടാണ് ജാർ ലോസ് ഇല്ലാത്തത്. ഈ റിപ്പോർട്ടൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഓവറോൾ നിങ്ങൾ അഗ്വ സ്പാർക്ക് ഒരു കമ്പനിയിൽ, വാട്ടർ ഡെലിവറി കമ്പനീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഓവറോൾ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണേണ്ടത് ഈ 3 വീഡിയോസാണ്. ഈ 3 വീഡിയോസും ഞാനിതിൻ്റെ യൂട്യൂബിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ 3 വീഡിയോസ് ഇടാം. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ഇമെയിലോട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് വാട്സാപ്പ് നമ്പറിലോട്ടോ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.